ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് കടലക്കറി ഉണ്ടാക്കിയാലോ. ബ്ലാക്ക് കളറിലെ കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ഇവിടെ അടുപ്പിൽ വെച്ചു. കുക്കർ ചൂടായി അതിനകത്ത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമുക്കതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അതായത് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിലിന് പകരം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഒന്ന് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഹോൾ സ്പൈസസ് എടുക്കണം. ഇതിനകത്ത് 2 ബേ ലീവ്സ് ഉണ്ട്, സിന്നമൺ ഉണ്ട്, ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണവും സിന്നമൺ, പിന്നെ കുറച്ച് ക്ലൗസ് നമ്മുടെ ഗ്രാമ്പു, പിന്നെ പെരുംജീരകം ഫെനൽ സീഡ്സ്, പിന്നെ കുറച്ച് ഏലക്ക പുറംതൊലി കളഞ്ഞത്. ഇത്ര സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മൾ ഹോൾ സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഓൾസോ ഹാവ് സം മസ്റ്റർഡ് സീഡ്സ് ആൻഡ് ക്യുമിൻ സീഡ്സ്. ഇതൊന്ന് ജസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ, ചെറുതായിട്ട് ചൂടായതേ ഉള്ളൂ, ആ സമയത്ത് നമുക്ക് കടുകിടാം. കുറച്ച് കടുക്, മസ്റ്റർഡ് സീഡ്സ്. എണ്ണ ഒട്ടും ആയിട്ടില്ല, ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ. ഞാൻ എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ജീരകമൊക്കെ എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കടല എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കടുക് പൊട്ടി വരുമ്പോൾ വേണം ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ. അപ്പോൾ ഇന്നത്തെ കടലക്കറിക്ക് ഞാൻ ചേർക്കുന്ന കടല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ടു, മിനിഞ്ഞാന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ടു. ഇന്നലെ രാവിലെ വെള്ളം മാറ്റി വീണ്ടും വെള്ളം ഒഴിച്ചു. രാവിലെ വൈകുന്നേരം ഒരു 6 മണി വരത്തേക്കിന് വെള്ളത്തിലിട്ടു. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി ചെറുതായിട്ടൊന്ന് മുള പൊട്ടാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ ടൈപ്പ് കടലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്പ്രൗട്ടഡ് കാല ചന ഇസ് വാട്ട് വി ആർ യൂസിങ്. സോ ഇത് കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ. നല്ല റിച്ച് ഇൻ പ്രോട്ടീനാണിത്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്കിൽ ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പ്രോട്ടീൻ ഇൻടേക്ക്, നമ്മുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്കിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. സോ ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ കടുകൊക്കെ ചെറുതായിട്ട് ചൂടായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാനിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് ചൂടാക്കി വെക്കും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുന്നുണ്ട്. അത് ഫുള്ളൊന്ന് പൊട്ടിക്കോട്ടെ. കാരണം കടുക് പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ശരിക്കും നടക്കുകയില്ല. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. ജീരകവും കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ജീരകം ഒന്ന് വറക്കുന്നതിൻ്റെ മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടൈമിൽ വിൽ ആഡ് ദി 4 സ്പൈസസ്. സോ ജസ്റ്റ് ഹോൾ സ്പൈസസ് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി, അല്ലാതെ അത് കരിക്കരുത്. ഹോൾ സ്പൈസസ് ഓൾറെഡി ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനമായതുകൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചിട്ടുണ്ട്. സോ ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ആൻഡ് റെഡ് ചില്ലി. ഇതിപ്പോൾ റെഡ് ചില്ലി, ഗ്രീൻ ചില്ലിയാണ്, അത് പഴുത്ത് പോയപ്പോൾ റെഡ് ചില്ലി ആയതാണ്. സോ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. നന്നായിട്ട് സോട്ടേ വേൽ. ഇത് ഒരു ഗോൾഡൻ കളറിൽ വരണം, എന്നാലാണ് ആ ഒരു ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു റോസ്റ്റി ഫ്ലേവർ ഇതിന് കിട്ടുള്ളൂ. സോ ഇറ്റ് ഹാസ് ടു കം ടു എ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ച് ഏറെ ചേർക്കുന്നുണ്ട്. ഞാൻ സെയിം റീസൺ തന്നെയാണ്. കടലയ്ക്ക് ഇതുള്ളത് കൊണ്ട്, ഗ്യാസ് ഉള്ളത് കൊണ്ട് ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി. ഇപ്പോൾ ഇഞ്ചി ഒരു അര ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു ഹാഫ്, ഒരു ഫുള്ള് ഹോളിൻ്റെ ഹാഫ് ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി
കുറച്ചും വെളുത്തുള്ളി കൂടുതലുമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ചേഞ്ച് ആയിട്ടില്ല. സോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഈ വെളുത്തുള്ളി പെട്ടെന്ന് നമ്മുടെ ചട്ടിയിൽ, ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അവസാനം കഴിയുമ്പോഴത്തേക്കിനും അത് സെറ്റ് ആയിക്കോളും. ഈ ടൈമിൽ നമുക്കിതിനകത്തേക്ക് ചോപ്ഡ് ഒണിയൻസ് ചേർക്കാം. ഈ ഒണിയൻസും അല്ലാതെ ബാക്കി ഞാൻ വെച്ചിരിക്കുന്നത് ടൊമാറ്റോസ് ആണ്. ഞാൻ ഒരു 2 മീഡിയം സൈസ് ഒണിയൻസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോസ് ഒരു 1 ബിഗ് സൈസ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കടലയെന്ന് പറയുമ്പോൾ ഒരു 500 ഗ്രാംസ് ഉണ്ടാവും അത്. സോ ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്യുക. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഉള്ളി എപ്പോൾ ഇട്ടാലും നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് അത് സോട്ടേ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാണ്. ഒരു 1.5 ടീസ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഭയങ്കരമായിട്ടങ്ങ് വഴണ്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, കാരണം നമ്മൾ കുക്കറിലിട്ട് വെക്കുന്നതുകൊണ്ട് ഇതൊരു ട്രാൻസ്ലൂസൻ്റ് ആയാൽ മാത്രം മതി. എല്ലാം ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു പരുവം മതി. ഇപ്പോൾ നമ്മുടെ ചോപ്ഡ് ഓണിയൻസ് ഒക്കെ നന്നായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ആ വെളുത്തുള്ളിയൊക്കെ അടിയിൽ പറ്റി പിടിച്ചതൊക്കെ ഈ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ ഒരു സ്വെറ്റില്ലേ അതിൽ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലൊന്നും ഇപ്പോൾ പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ആകുമ്പോൾ ആ വെളുത്തുള്ളി മുഴുവൻ കയറി വരും. അപ്പോൾ അടി പിടിച്ചു എന്നുള്ളത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിതിനകത്ത് വാട്ടറൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിതിനകത്ത് മസാലാസ് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 1 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ. എരിക്കനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല. 1 ഫുൾ ടീസ്പൂൺ ഓഫ് ചില്ലി പൗഡർ ആൻഡ് 2 spoons of coriander powder. I'm adding more of coriander powder because this one is the one which gives the thickness to the curry. So ഇതിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ സഹായിക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്തത്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കറിയിലും മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, കാരണം ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. പിന്നെ ഈ കടലക്കറിക്ക് ഒരു കളർ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് പാപ്രിക്ക പൗഡർ. ഇതിന് എരിയൊന്നുമില്ല, നമ്മൾ കളർ നമ്മുടെ കാശ്മീരി ചില്ലി ഇല്ലേ അത് തന്നെ സാധനം. അത് ഇവിടെ കിട്ടുന്നില്ല കാശ്മീരി പൗഡറായിട്ട്. അപ്പോൾ അതിന് വേണം പാപ്രിക്ക പൗഡർ. ഇത് കുറേ ഗുണങ്ങളും കൂടെ ഉണ്ട് പാപ്രിക്ക പൗഡറിന്. സോ പാപ്രിക്ക പൗഡറാണ് ഞാൻ കളറിന് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് മുഴുവനായിട്ട് ഞാൻ ഹോൾ സ്പൈസസിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ഫൈനലിൽ നമുക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടിയാണ്, നമ്മുടെ ഗരം മസാല. അത് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മുടെ കറി ഫുള്ളായി കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത്, ഈ സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഞാൻ മീൻകറി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് കുഴഞ്ഞിരിക്കും. അപ്പോൾ മസാലകൾ മൂത്തുനിന്ന് മനസ്സിലാകുന്ന അതിൻ്റെ സ്മെല്ല് കൊണ്ടും പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഇതിനകത്ത് കാണാൻ തുടങ്ങും. അപ്പോഴാണ് മസാല മൂത്തുനിന്ന് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഓൾറെഡി ഇത് അതിൻ്റെ എല്ലാ പൗഡേഴ്സും വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഓൾറെഡി ഇത് നല്ല ഡ്രൈഡാണ്. അപ്പോൾ പെട്ടെന്ന് ആകും. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ, എത്ര നേരം എടുക്കും അത് വഴലാനെന്ന്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ ഒരു ഷൈൻനെസ് പുറത്ത് വരുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ മസാലകളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ടൈമിൽ വേണം നമ്മൾ ടൊമാറ്റോസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ഫുൾ ടൊമാറ്റോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് ഇതിനകത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ടതൊന്ന് ജസ്റ്റ് മഷി ആവണം. നമ്മുടെ ടൊമാറ്റോസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്കിതിങ്ങനെ അടുക്കി പിടിച്ചു എന്ന് തോന്നും. പക്ഷെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും സെറ്റാവും. ഈ ടൊമാറ്റോസൊക്കെ നന്നായിട്ടൊന്ന് മഷി ആയിട്ടുണ്ട്. മഷി അതായത് ഇങ്ങനെ അവിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇച്ചിരി നല്ല ഭാഷയിൽ പറയാം.
അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്ത് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇത് വീട്ടിൽ നിന്ന് തണലത്ത് ഉണക്കി കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. നമ്മുടെ ഇവിടെ കറിവേപ്പില കിട്ടാനില്ലാത്തപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എത്ര വർഷത്തോളം വേണേലും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരുന്നോളും. കറിവേപ്പിലയുടെ മണവും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതിന് തണലത്തിട്ട് ഉണക്കണം, വെയിലത്തിട്ട് ഉണക്കരുത്. സോ അത് കഴിഞ്ഞ് ഇപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മെയിൻ ആളെ ചേർക്കാം, നമ്മുടെ കടല. സോ നമുക്ക് ഈ ടൈമിൽ ഇതിനകത്ത് കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല തന്നെ ചേർക്കണേ. അപ്പോൾ ഇങ്ങനെ കടല ഇതിനകത്ത് ചേർക്കാം. ഞാനൊരു നോർത്ത് ഇന്ത്യൻ വീഡിയോയിൽ കണ്ടായിരുന്നു, അവർ ചായപ്പത്തി ഈ കടലക്കറി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്യുന്നത്. ഞാനൊരു വട്ടം ചെയ്ത് നോക്കി, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെ ഒരിത് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, അങ്ങനെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. നമ്മുടെ സോഡ ബൈക്കാബ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊക്കെ ഞാൻ ചേർത്തതാണ്. ഈ കടലയും ഇതുമായിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ചാറാണ് വേണ്ടത്. അപ്പോൾ ചാറ് കൂട്ടിയാണ് ഞാൻ വയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 3/4 വരെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കറക്റ്റാണെങ്കിൽ ഇത്രയും മാത്രം മതി. ഇത് നമുക്ക് അടച്ച് വെക്കണം. എന്നിട്ട് സോ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. കടലയ്ക്കകത്തോട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ഓപ്ഷണൽ സാധനമാണ് നമ്മുടെ കായപ്പൊടി. അപ്പം ഞാൻ കുറച്ച് കായപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ ഈ കായപ്പൊടി ചേർക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കായപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതാ മുള വന്ന് കഴിയുമ്പോൾ ഉള്ള പയറിൻ്റെയാണ്. അതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അതൊക്കെ അങ്ങ് പോവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുത്തും. ഒരു 5 വിസിൽ വരുമ്പോഴേ ഈ കടല വേവുള്ളൂ. അപ്പോൾ വെന്ത് പോയാലും കുഴപ്പമില്ല, വെന്തില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഈ കടല വേകുന്ന സമയത്ത് നമ്മൾ ഈ കടലയുടെ കൂടെ കഴിക്കേണ്ട എന്തെങ്കിലും ആ സാധനം ഉണ്ടാകും. സോ ഞാൻ ഈ കുക്കറൊന്ന് അടച്ചു വെക്കട്ടെ. സോ ഇനി ഇത് ഒരു 5 വിസിൽ വരുന്നിടം വരെ നമ്മളിതിനെ ശല്യം ചെയ്യേണ്ട, അത് തന്നെ ഇരുന്ന് വിസിൽ വന്നോളും. വിസിൽ വന്നു കഴിഞ്ഞിട്ടും ഇതിൻ്റെ പ്രഷർ മാറുന്നിടം വരെ ഇതിനെ അനക്കാതെ അവിടെ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ 5 വിസിൽ വന്നു കഴിഞ്ഞിട്ട് കാണാം. ആ ടൈമിൽ ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കടല അവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഞാൻ എത്രയാ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ 1.5 കപ്പ് റവ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് ഓൾറെഡി വറുത്ത റവയാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. റവ വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ മണമാണ് ഇതിൻ്റെ വറുത്തു എന്നുള്ളതിൻ്റെ സിമ്പിള്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ആവി പൊന്തി വരും. അപ്പം നമുക്കിതൊന്ന് ഈ റവയൊന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണ്, എന്നാലും സ്റ്റിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ റവ ഇവിടെ ഏകദേശം വറന്നിട്ടുണ്ട്. ഒരു വറന്ന് വന്നപ്പോൾ ഞാൻ കുറച്ചൊരു നെയ്യ് ആഡ് ചെയ്തായിരുന്നു. അത് വീടെടുക്കാൻ വിട്ടുപോയി, കാരണം ആ സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ വിസിലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടാണ്. അതുകൂടെ ആഡ് ചെയ്ത് ഇതിപ്പോൾ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനതിപ്പോൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ബാക്കി മസാലകളൊക്കെ ഒന്ന് ചെയ്യാം. ഇത് നല്ല ചൂടാണ്. നമ്മൾ എപ്പോഴും റവ, അതായത് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നെയ്യ് ചേർക്കുക എന്നുള്ളതാണ്. നമ്മൾ നെയ്യ് ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നെയ്യിലാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ നെയ്യ് നല്ലൊരു പ്രോട്ടീനല്ല, നല്ലൊരു ഓയിലിൻ്റെ സോഴ്സാണ് നെയ്യെന്ന് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ നെയ്യിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ 1 സ്പൂൺ നെയ്യ് ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. 1 സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 3/4 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. വേറെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ പിന്നെ നെയ്യ് ചേർക്കുന്നില്ല. ഈ ഒരു സ്പൂൺ നെയ്യിലാണ് ഞാനിത് ഫുള്ള് ചെയ്ത് തീർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈ നെയ്യ് കരിയാതിരിക്കാനായിട്ട് നമുക്ക് വേണേൽ ഓയിൽ ചേർക്കാം. ഞാൻ നോക്കട്ടെ കരിയാതെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഉപ്മാവിൻ്റെ ഒരു സാധനം നെയ്യിൽ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കണം. രണ്ടാമത്തെ സാധനം എന്താ അറിയോ, ഉപ്മാവ് നമ്മൾ എപ്പോഴും കടുക് വറക്കുമ്പോൾ കൂടെ ഉഴുന്നും കൂടെ വറക്കണം. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്മാവിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഉഴുന്നില്ലേ, ഉരുദാൽ എന്ന് പറയും, അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർക്കണം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ആദ്യം ചേർക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിരിക്കുകയാണ്. ഒരു ഫുൾ ടീസ്പൂൺ ഉണ്ട് ഈ ഉഴുന്ന്. ഞാനിത് എടുത്ത് കഴുകിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കടുക് ഇപ്പോൾ പൊട്ടി വരും. എനിക്ക് തോന്നുന്നു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണമെന്ന് തോന്നുന്നു, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും. അറിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഉപ്മാവ് ചിലപ്പോൾ ഞാൻ എണ്ണ ചേർക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ അന്നേരം തോന്നുന്ന രീതി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കടുക് ശരിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ കുറച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതിന് വേണ്ടിയിട്ട്, റവ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരാറായിട്ടുണ്ട്. പൊട്ടി വന്നിട്ട് നമ്മൾ ഉഴുന്ന് ചേർക്കുള്ളൂ. കാരണം ഉഴുന്ന് ഇതിപ്പോൾ നല്ല ഹീറ്റായിട്ടിരിക്കുന്ന സാധനമാണല്ലോ. ഉഴുന്നിൽ വെള്ളമുണ്ട്, ഞാനിപ്പോൾ കഴുകിയതിൻ്റെ. അപ്പോൾ അതിപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കടുകിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് അവിടെ നിൽക്കും. പിന്നെയും ഒന്നേയും തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് കടുകൊന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഞാനതിനകത്ത് ചുവന്ന മുളക് ചേർക്കുന്നില്ല, പച്ചമുളക് ചേർക്കുന്നത്. കാരണം വറ്റൽമുളക് ഞാനിങ്ങനെ ഇവിടെ വാങ്ങിച്ച് വെക്കാറില്ല. ഇന്നാളോടായിട്ട് വാങ്ങിച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് ആ വറ്റൽമുളക് പൂത്തുപോയി. പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു ഈ വറ്റൽമുളക് ഉണക്കുന്നതിൻ്റെ രീതിയും അതും ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വറ്റൽമുളക് വാങ്ങിക്കാറില്ല. അല്ലാതെ നല്ല ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ക്രഷ്ഡ് ചില്ലീസാണ് വാങ്ങിക്കുന്നത്. അതിൽ എത്ര തരം ഓർഗാനിക് ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു വിശ്വാസമല്ലേ. അപ്പോൾ ഞാൻ ഇതിനകത്തിപ്പോൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ടൊന്ന് വറന്ന് വരണം. പെട്ടെന്ന് വറന്ന് വരും, കാരണം ഇത് നല്ല ചൂടായതുകൊണ്ട്. ഉഴുന്ന് വറക്കുമ്പോഴും ഒരു നല്ല മണം കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ഞാൻ ഇത് കുക്കർ ഓഫ് ചെയ്തു. അതിൻ്റെ പ്രഷറിൽ തന്നെ ഇരുന്ന് പ്രഷർ തന്നെ പൊക്കോട്ടെ. ആ സമയത്ത് അതിരുന്ന് വെന്തോളും. ഇത് ഒരു ചെറിയൊരു ലൈറ്റ് റെഡ് ഷെയ്ഡ് വരണം ഈ ഉഴുന്നിന്. അപ്പോഴാണ് ഇത് വറന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇനി ഇതിനകത്ത് ഇടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എക്സ്ട്രാ ഇടാനുള്ളത് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഷാലറ്റ്സ്, ചുമന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ ജിഞ്ചർ, ചെറുതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ. ഇത്രയാണ്. ഇത് ചുമന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്താ പറയുക, ഈ റെഡ് കളറിലേക്ക് വന്നുകൊണ്ടിരുന്ന അല്ലെ റെഡ് കളറായിട്ടുള്ള ഉഴുന്നിൻ്റെ പുറത്തേക്ക് ഈ പുറത്തിരുന്ന കോൾഡായിട്ടുള്ള ഉള്ളി ചേർത്തപ്പോൾ ആ ഉഴുന്നിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായി. ഇനി ഇതിലേക്കാണ് ഇത് വരിക. അപ്പോൾ പിന്നെ ഇത് കരിയത്തില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയുമ്പോൾ ചിലർ സവോള ചേർക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് ഷാലറ്റ്സ് ആണ് ചേർത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ടേസ്റ്റ് ഷാലറ്റ്സിനാണ്. അപ്പോൾ ഷാലറ്റ്സ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചുമക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ ടൈമിൽ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്. ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ അല്ലാതെ വെജിറ്റബിൾസ് എടുക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനത്തിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ കഴിക്കാൻ കുറച്ചൊരു ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്കാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ. ഇതും ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ക്യാരറ്റ് നമ്മുടെ നെയ്യിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് വാടുന്നതിൻ്റെ ഒരു മണമുണ്ട്. എന്തിൻ്റെ മണം അപ്പം കിട്ടുകയെന്നറിയോ? നമ്മുടെ ഗാജർ ഹൽവ ഇല്ലേ, ക്യാരറ്റ് ഹൽവ, നമ്മുടെ ഹോക്കിൻസിലെ ചേച്ചിയുടെ പരസ്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി പെട്ടെന്ന് കയറി വന്നു, ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. അങ്ങനത്തെ ആ സാധനം ഉണ്ടാക്കുന്ന ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോഴത്തെ
ഈ സ്മെല്ലാണ് ഇപ്പം നമുക്ക് കിട്ടുക. അപ്പോൾ ഈ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. ഇതിലെല്ലാം നെയ്യിലെല്ലാം വഴറ്റിയാലും അതിനൊരു സ്മെല്ല് വേറെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ദിവസം നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ഇച്ചിരി മെനക്കേടാണ്, കുറച്ചേറെ നെയ്യ് വേണം, പഞ്ചസാര വേണം. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മെല്ലിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മെല്ലിന് ഉണ്ടാക്കിക്കൊണ്ട് പോകും. മെല്ല് ഡയബറ്റിക്കാണ്, ബട്ട് സ്റ്റിൽ ഷി ലവ്സ് മൈ ക്യാരറ്റ് ഹൽവ. സോ കഷ്ടപ്പെട്ട് ഗാജർ ഹൽവ എന്നൊക്കെ പറയും പറ്റും. അപ്പോൾ ഞാനൊരു ദിവസം മെല്ലിന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. സോ ഇപ്പോൾ ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനകത്തേക്ക് ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയാണ്. ഇപ്പം നമുക്കിതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളവും പാലും കൂടെ ചേർത്താണ് ആഡ് ചെയ്യുന്നത്. കാരണം പാല് ചേർക്കുമ്പോൾ നല്ലൊരു വേറൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് 1.5 കപ്പ് റവയായിരുന്നു. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് നമുക്ക് 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം വേണം, വെള്ളം അല്ലെങ്കിൽ പാല്. അപ്പം ഞാൻ അതിൽ 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. സോ ഒരു ഫുൾ കപ്പ് പാല് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ചേർക്കാം. സോ 1 കപ്പിന് 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 1.5 കപ്പിന് മൊത്തം ഞാൻ എത്ര ചേർക്കുന്നത്, ഞാൻ കണക്കിൽ പെട്ടെന്ന് ഇതായിപ്പോയി. ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു അരയും കൂടെ ചേർത്താൽ മതി, സെറ്റാവും. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, പക്ഷെ പാല് ചൂടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനൊന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, അതാണ് നമ്മുടെ സമയം. പാലും വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുമാവെന്നല്ലേ ഇതിൻ്റെ പേര്, നമ്മളിതുവരെ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. സോ ഉപ്പ് ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കറക്റ്റാണ്. സോ നമുക്ക് ഇപ്പം ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കരുത്, കുറച്ചായിട്ട് ചേർക്കണം. അത്രയും ചേർത്തു. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കണം. പിന്നെയും ഒരു 2-3 സ്പൂൺ ചേർത്തു. ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇത് തിളച്ച് നമ്മുടെ കയ്യിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ വീഴും. പിന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ആ വെള്ളവുമായിട്ട് മിക്സ് ആവണം. എനിക്ക് തോന്നുന്നു കുറച്ചൊരു വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ്. ഇച്ചിരി വെള്ളം, ഒരു അരയില്ല, ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. തീ കുറച്ചും വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ അറിയോ, ഉപ്പുമാവിൽ ഈ റവ നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഇത് റവ നന്നായിട്ട് വെന്തു നമ്മൾ ഉറപ്പാക്കണം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഞാനിത് കുഴഞ്ഞ പരുവമല്ല. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മൂടി കൂട്ടി വയ്ക്കുക. എല്ലാം കൂടി നടുക്കോട്ട് ഇത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒന്ന് ആവിക്ക് വേവാനായിട്ട് ഇത് വെക്കണം. ഇതെല്ലാവരും ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ മമ്മിയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മളിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇത് ആവിക്ക് വേവാനായിട്ട് ഇപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ ഈ മല നമുക്ക് ഇടിച്ചു കൊടുക്കാം. ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് അടുത്തടുത്തുള്ളതിൻ്റെ ആവിക്ക് അത് വെന്ത് കിട്ടും. നമ്മൾ പുട്ടൊക്കെ വയ്ക്കില്ലേ അതുപോലെ ഇത് നമുക്ക് ഒന്നൊന്നിനെ തൊടാതെ കുഴയാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടില്ല, കാരണം ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ്. ഗ്യാസിൽ ശ്രദ്ധിച്ച് സിമ്മിൽ ആക്കി വെക്കുക. ഈ ഇലക്ട്രിക്കിലാണെങ്കിൽ നമ്മളൊരു 7ൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി. ഇത് വേകുന്ന സമയത്ത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നൊന്നിനെ തൊട്ടിട്ടില്ല. നമ്മൾ ആകെ ഇപ്പം 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. എനിക്കൊന്ന് 1.25 കപ്പ് 1 കപ്പിന് ഒഴിക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ സെറ്റായിക്കോളും. ഞാൻ ഉപ്പുമാവ് എക്സ്പേർട്ട് അല്ല, ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പഠിച്ച് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ലെസനാണ് 1 കപ്പിന് 1.25 കപ്പ് വെള്ളം ഒഴിക്കാം. ഓക്കെ, ആ പാലൊഴിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മയം ഉണ്ടാവും ഇതിനകത്ത്. പാല് വേണ്ട എന്നുള്ളവർക്ക് പാല് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. അത് വേണ്ടാത്തവർക്ക് വെള്ളം തന്നെ ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിനകത്തിട്ട് തിളപ്പിച്ചാലും മതി. ഉപ്പ് നമ്മൾ ആ വെള്ളത്തിൻ്റെ തന്നെ നോക്കണം, അതല്ലെങ്കിൽ നമുക്ക് ഉപ്പുമാവിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിക്കാമേ. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പുമാവിൻ്റെ ഈ റവ വെന്തില്ലെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാവും. അപ്പോൾ വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വെന്തു എന്ന് പറഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പഴയ പോലെ തന്നെ ഇങ്ങനെ പഴയ ആ ഒരു ടെക്സ്ചറിൽ നമുക്കിങ്ങനെ കൂട്ടി വയ്ക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന പോലെ ഒന്ന് കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ്സും കൂടെ നമുക്കിത് ഇങ്ങനെ വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ കടലക്കറി ഏകദേശം പ്രഷറൊക്കെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി അടച്ച് വയ്ക്കട്ടെ. നമുക്ക് ഓക്കെ, കടലക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. നമ്മുടെ കടലക്കറി ഏകദേശം പ്രഷർ ഫുള്ള് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വിസിലെടുത്ത് മാറ്റി ഇനി നമുക്കിതൊന്ന് തുറക്കാമേ. നമ്മുടെ കടലക്കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഞാൻ അടുപ്പ് വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്, അതാട്ടോ അത് തിളയ്ക്കുന്നത്. നമ്മൾ ആ ഒഴിച്ച എണ്ണയും ഇതൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആ കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം, അതാണല്ലോ മെയിൻ. കടല ഇതിനകത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കിയിട്ട്, കടല വെന്തില്ല നമുക്ക് വീണ്ടും വെക്കണം കേട്ടോ. ഓരോ കടല ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വേവുന്നത്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണ്. ഞാൻ കടലെടുത്ത് തിന്ന് നോക്കിട്ടോ, ഉപ്പ് കറക്റ്റാണ്, നല്ല ഇതുണ്ട്. ആകെ ഉള്ളത് തന്നെ നമുക്ക് ഈ കൊഴുപ്പ്, ചാറിന് കൊഴുപ്പില്ല. അത് ഈ കടലക്കറിക്ക് എല്ലാം ഉണ്ടാകുന്നതാണ്. ഇത് സിമ്പിളായിട്ടുള്ള കടലക്കറി ആട്ടോ. കോംപ്ലക്സ് കടലക്കറി ഉണ്ട്, അതെങ്ങനെയാണെന്നറിയോ, നമ്മുടെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊഴുപ്പ് കൂട്ടി അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു ബ്രേക്ക്ഫാസ്റ്റിനല്ലേ, നമ്മൾ ഒരുപാട് ഇതാക്കി അങ്ങ് അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിനകത്ത് ഇടേണ്ടത് എന്താ വെച്ചാൽ ഗരം മസാലയും കസൂരിമേത്തി ചിലര് പൊടിച്ച്, അതായത് വറുത്തിട്ട് ചെറുതായിട്ട് വറുത്തിട്ടിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പപ്പ എന്നോട് പറഞ്ഞത്, എൻ്റെ പപ്പ വലിയ ഷെഫാന്നല്ല, പക്ഷേ എൻ്റെ പപ്പ നല്ലൊരു കുക്കാണ്. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഈ കസൂരിമേത്തിയുടെ അരോമ, അതിനകത്തെ ആ ഓയിൽ കണ്ടന്റ് ഇല്ലേ, അത് അതിനകത്തോട്ട് ഇറങ്ങണമെങ്കിൽ കസൂരിമേത്തി അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ആ ചൂടിൽ അതിൻ്റെ ഓയിൽ അതിനകത്ത് ഇറങ്ങുന്ന. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ കസൂരിമേത്തി ഒരു പിഞ്ച് ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവർ ആഡ് ചെയ്യേണ്ട. ഇനിയും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല എത്ര റിലയബിൾ ആണെന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വട്ടം, പക്ഷെ എനിക്ക് ഒരു രീതിയിൽ അത് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒതൻറ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതേ പറ്റുള്ളൂ. അതൊരു ദുശീലമാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അത് നമുക്ക് 1 സ്പൂണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. താളിച്ചൊഴിക്കൊന്നും വേണ്ട, കാരണം നമ്മൾ ആദ്യം താളിച്ചത് കൊണ്ട് എക്സ്ട്രാ താളിക്കാനൊന്നും നിൽക്കേണ്ട. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ സമയത്ത് ഇതിൻ്റെ കൊഴുപ്പ് കൂട്ടാനായിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മൾ ഈ തവി കൊണ്ട് തന്നെ, ചിലർ ഈ കടല എടുത്ത് പുറത്തെടുത്തിട്ട് മിക്സിയിൽ അരച്ചിടും, അതിൻ്റെ ആവശ്യമില്ല. ഈ തവി കൊണ്ട് തന്നെ നമ്മൾ ഈ കുറച്ച് കടല സൈഡിൽ, നന്നായിട്ട് വെന്തതായതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉടയും, സൈഡിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആ ഇളകിയ ആ ഇതായിട്ടില്ലേ
ആ കടല ഈ കറിക്ക് കൊഴുപ്പ് കൊടുത്തോളും. ഇപ്പോൾ കണ്ടോ, ആ ആദ്യം കണ്ടതിനൊക്കെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ മാറിയില്ലേ? ഇങ്ങനെ മതിയാവും, കാരണം ചാറ് കൂട്ടി കഴിക്കാനല്ലേ. അപ്പോൾ ഇത്രയും കൊഴുപ്പ് മതി. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ കടലക്കറിയാണ്. കോംപ്ലക്സ് കടലക്കറി നമുക്ക് വേറൊരു ദിവസം തേങ്ങയൊക്കെ അരച്ച് ഉണ്ടാക്കാം. ഈ കടലക്കറി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എളുപ്പത്തിൽ കടലക്കറി സെറ്റാവും. ഉപ്പുമാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പുമാവിൻ്റെ തീ ഓഫ് ചെയ്യുകയാണ് ഈ സൈഡിൽ. പക്ഷേ ഞാനിപ്പോൾ തുറക്കുന്നില്ല. കടലക്കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി നോക്കിയായിരുന്നു. ഇത് ഇത്ര എടുക്കുന്നതുകൊണ്ട് ഇത് ഒന്ന് ചൂടാറാനുള്ളൊരു അവസരം എനിക്ക് തരണം. നിങ്ങളൊക്കെ എന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എന്നാണെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നമുക്കിവിടെ ഉപ്പുമാവും കടലക്കറിയാണ്. വാ, നല്ല ടേസ്റ്റ് ഉണ്ട്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മസാലയുടെയും ആ കസൂരി മേത്തിയുടെയും എല്ലാ ടേസ്റ്റും ഇപ്പം ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനതിൻ്റെ അരോമ കളയാതെ ഇത് മൂടി വെക്കുകയാണ്. വിസിലിട്ടിട്ടില്ല, ഇത് മൂടി വെക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. നമുക്ക് ആ ഉപ്പുമാവ് ഒന്ന് നോക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പുമാവ് നോക്കാം. ഉപ്പുമാവ് നല്ല ആവി വരുന്നുണ്ട്. ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട്. അടിയിൽ പിടിക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ആയിട്ടില്ല. പക്ഷേ ഈ ഉപ്പുമാവിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ട് ആ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലേറ്റ് പോലൊരു സാധനം വരുമല്ലോ, അത് തിന്നാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ഇളക്കിക്കോട്ടെ. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടി പൊടിയായിട്ടിരിക്കുന്ന ഉപ്പുമാവാണ്. എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ പാലും നെയ്യും അതൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പുമാവ് സൂപ്പറായിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ഉപ്പുമാവിൽ ഏറ്റവും നല്ല ഉപ്പുമാവായിട്ടുണ്ട്. സത്യത്തിൽ അതിലൊരു കള്ളവും ഇല്ല, ഒരു മായവും ഇല്ല. സൂപ്പർ ഉപ്പുമാവാണ്. ഞാൻ ഈ ഉണ്ടാക്കിയ പോലെ ഉപ്പുമാവ് ഈ വീഡിയോ ഞാൻ തന്നെ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ റെഫറൻസ് ആയിട്ട് എടുക്കും. കാരണം അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം. ആ നെയ്യുടെ ആ ഒരിതും എന്നാ ഇതിന് പറയേണ്ടത് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന നമ്മുടെ ആ ഉലുവയല്ല ഉഴുന്നും നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് പ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാമേ. സോ ഞാനിവിടെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ. അപ്പോൾ ഇത്ര തന്നെ ധാരാളമാണ്. ഉപ്പുമാവും നമ്മുടെ കടലക്കറിയും. അതിനകത്ത് ബേ ലീവ്സൊക്കെ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ സൂപ്പർ സാധനമാണ്. നമുക്കിനി ഇത് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഹസ്ബൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊരു വാതിലോ. അടിപൊളിയായിട്ടുണ്ടോ? ഞാനിവിടെ ഉണ്ടാക്കിയ ഉപ്പുമാവിൽ ഏറ്റവും ബെസ്റ്റ് ഉപ്പുമാവല്ലേ ഇത്, അല്ലേ? സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സോ ഹാവ് എ ലവ്ലി ഡേ.